ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേൾക്കുകയുണ്ടായി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ ഇലക്ട്രിക്കൽ ലൈനിൽ നിന്ന് ഒരു ചെറിയ തീപ്പൊരി താഴെ വീഴുകയും ഏകദേശം 600-ലധികം ബൈക്കുകൾ കത്തി നശിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുകയും ചെയ്തു. ഒരു ചെറിയ തീപ്പൊരി അത് അത്രയും വലിയ ഒരു നാശം വരുത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. നമുക്കറിയാം, യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ഒരു ചെറിയ തീ അത് കാട് മുഴുവൻ കത്തിക്കുവാൻ തക്കവണ്ണം മതിയായതാണ്. ഒരു വനം മുഴുവൻ നശിപ്പിക്കുവാൻ തക്കവണ്ണം ഒരു ചെറിയ തീ പൊരി മതി എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ 28-29 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറി ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ സേവിക്കേണ്ടതിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് നാം ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ട ദൈവമക്കളാണ്. അതുകൊണ്ട് തന്നെ നാം ഭക്തിയോടും ഭയത്തോടും കൂടി ദൈവത്തെ സേവിക്കണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഒരു തീ കാട് മുഴുവൻ കത്തി നശിപ്പിക്കുവാൻ പ്രാപ്തമായിരിക്കുന്നത് പോലെ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ആ വചനത്തിൻ്റെ ലാസ്റ്റ് പറയുകയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ദൈവം ദഹിപ്പിക്കുന്ന തീയാണ്. ഏലിയാവിൻ്റെ കാലത്ത് അവിടെ ഒരു വെല്ലുവിളി നടന്നു. ബാലിൻ്റെ പ്രവാചകന്മാർ കൂടി അവർ യാഗങ്ങളെല്ലാം നടത്തി ശരീരം മുഴുവൻ മുറിവേൽപ്പിച്ച് ദേവനോട് ഇറങ്ങി വന്ന് ആ വിറകിന്മേൽ തീ ഇറങ്ങുവാനായിട്ട് അവർ ഉച്ചവരെ നിലവിളിക്കുകയും അവരുടെ ശരീരം മുഴുവൻ മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഒന്നും നടന്നില്ല. ഒടുവിൽ ഏലിയാവിൻ്റെ ഊഴം വന്നപ്പോൾ ഏലിയാവ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ വിറകിന്മീതെ വെള്ളമൊഴിക്കുവാനായിട്ട് പറഞ്ഞു. ആ വെള്ളം അതുപോലെ ചുറ്റുമുള്ള തോടുകളിൽ ഒഴിക്കുവാനായിട്ട് പറഞ്ഞു. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം ആ വെള്ളമൊഴിച്ച് തോടുകളെല്ലാം വെള്ളം കൊണ്ട് നിറച്ചു. നമുക്കറിയാം, വെള്ളമെന്ന് പറയുന്നത് തീ കെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്, തീയെ കെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവാണ്. എന്നാൽ ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ തീ ഇറങ്ങി ആ വെള്ളം കൂടി ദഹിപ്പിച്ച് കളഞ്ഞു. ഇത് തമിഴിൽ ഈ വാക്ക് വളരെ എന്താ പറയുക, ശക്തിമത്തായിട്ട് നമുക്ക് തോന്നും. കാരണം ദൈവത്തിൻ്റെ അഗ്നി ഭക്ഷിക്കുന്ന അഗ്നി എന്നാണ് പറയുന്നത്. ദൈവം ആ തീയാകുന്ന ദൈവം ആ വെള്ളത്തെ ഭക്ഷിച്ച് കളഞ്ഞു, വെള്ളം കൂടി അവിടെ പറ്റിച്ച് കളഞ്ഞു. അതായത് തീ കെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ദൈവത്തിൻ്റെ തീ ഇറങ്ങിയപ്പോൾ ആ വെള്ളം ഭക്ഷിക്കുന്ന അഗ്നിയായിട്ട് മാറി. തമിഴിൽ അത് അങ്ങനെയാണ്, ഭക്ഷിക്കുന്ന അഗ്നി. അതെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന തീയാണ്. അവൻ്റെ മുമ്പിൽ നിൽക്കാകുന്ന യാതൊന്നുമില്ല. മലാഖി പ്രവചനത്തിൽ പറയുകയാണ്, അതിൻ്റെ 3:2-3, ഊതിക്കഴിക്കുന്നവനെ തീ പോലെയും ഊതിക്കഴിക്കുന്നവനെ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ഞാൻ ആയിരിക്കും. ദൈവത്തിൻ്റെ തീ ദൈവമക്കളെ ശുദ്ധീകരിക്കുവാനായിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ തീയുടെ പ്രത്യേകതകളാണ് ദൈവമക്കളെ ശുദ്ധീകരിക്കുവാനാണ്. ഒരു ലോഹം അത് സ്വർണ്ണമായി മാറണമെങ്കിൽ അത് തീയിലൂടെ കടത്തിവിട്ട് അതിനെ പല പ്രക്രിയകൾക്ക് വിധേയമാക്കി അതിലുള്ള കീടങ്ങൾ മാറുമ്പോഴാണ് അത് ശുദ്ധമായ ഒരു സ്വർണ്ണമായിട്ട് മാറുന്നത്. അതിലെ കീടങ്ങൾ നീങ്ങിപ്പോണം. അതിനുപയോഗിക്കുന്ന മാർഗമെന്ന് പറയുന്നത് തീയാണ്. അതുപോലെ തീ ദൈവമക്കളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, മോശ ഹോരേബ് പർവ്വതത്തിലേക്ക് ചെല്ലുകയാണ്. അവനൊരു കാഴ്ച കാണുകയാണ്. അവിടെ കാണുന്ന കാഴ്ച എന്താണ്? അവിടെ ഒരു മുൾപ്പടർപ്പിൽ തീ നിന്ന് കത്തുകയാണ്. നമുക്കറിയാലോ, മുൾപ്പടർപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തീ പിടിക്കും. അത് പച്ചക്കാണെങ്കിൽ പോലും അതിനകത്തേക്ക് തീ കത്തിപ്പിടിച്ചാൽ അത് കത്തിച്ചാമ്പലാവും. എന്നാൽ ആ മുൾപ്പടർപ്പ് മൊത്തം നിന്ന് കത്തുകയാണ്. പക്ഷേ ആ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. തീ അതിനെ മൊത്തം കവർ ചെയ്ത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാഴ്ച എന്തെന്ന് കാണാൻ മോശ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ദൈവത്തിൻ്റെ ആ സാന്നിധ്യത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല, മുൾപ്പടർപ്പിനെ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ തന്നെ നമ്മെ അത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ കർത്താവിൻ്റെ ദൂതൻ മുൾപ്പടർപ്പിൽ നിന്ന് പുറപ്പാട് 3-ാം അധ്യായത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതെ ഇരിക്കുന്നത് കണ്ടു.
അപ്പോൾ നമ്മുടെ ദൈവം നമുക്ക് ആ തീ കൊണ്ട് പ്രൊട്ടക്ഷൻ തരുന്ന ദൈവമാണ്, നമ്മളെ കവർ ചെയ്യുന്ന ദൈവമാണ്. നമ്മളെത്ര നമുക്കറിയാം മുൾപ്പടർപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, പെട്ടെന്ന് കത്തിപ്പോകുന്നതാണ്. നമ്മളെത്ര ബലഹീനരായിക്കോട്ടെ, എത്ര സാധാരണ ഒരു ചെറിയ വിശ്വാസി ആയിക്കൊള്ളട്ടെ, പക്ഷേ ദൈവത്തിൻ്റെ തീ നമുക്ക് ചുറ്റും ഒരു കാവലായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പെട്ടെന്ന് ദഹിച്ചു പോകാൻ സാധ്യതയുള്ള ആ മുൾപ്പടർപ്പിനെ ദൈവം ദഹിപ്പിക്കാതെ അതിൻ്റെ ചുറ്റും നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് ദൈവത്തിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ നാം എത്ര ബലഹീനരാണെങ്കിലും, എത്ര അശക്തരാണെങ്കിലും, എത്ര വിദ്യാഭ്യാസമില്ലാത്തവരാണെങ്കിലും, എത്ര സാമ്പത്തികമില്ലാത്തവരാണെങ്കിലും ദൈവത്തിൻ്റെ അഗ്നി നമ്മെ വേറെയാക്കി മാറ്റുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദുർബലമായ ഒരു മുൾപ്പടർപ്പിനെ ദൈവം കവർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ മോശ ചെല്ലുമ്പോൾ മോശയോട് പറയുകയാണ്, നിൻ്റെ കാലിൽ ചെരിപ്പഴിച്ചു മാറ്റുക. അവിടെ ചത്ത മൃഗത്തിൻ്റെ യാതൊരു വസ്തുക്കളും ആവശ്യമില്ല. കാരണം ദൈവം, പാപത്തിൻ്റെ ശമ്പളമാണ് മരണമെന്ന് പറയുന്നത്. അപ്പം മരണത്തിൻ്റെ യാതൊരു വസ്തുവും അങ്ങോട്ട് വേണ്ട. കാരണം അവിടെ ഒരു മലയിൽ ആട് തീറ്റുമ്പോൾ തീർച്ചയായിട്ടും അവൻ ഇട്ടിരിക്കുന്ന ചെരുപ്പെന്ന് പറയുന്നത് ഒരു മൃഗത്തിൻ്റെ തോൽ ചെരുപ്പായിരിക്കും. അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിൻ്റെ കാലിൽ ചെരുപ്പ് അഴിച്ചു മാറ്റുക, ഞാൻ ജീവനുള്ള ദൈവമാണ്. ദൈവം അവിടെ ചെല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ല, ദൈവം അവിടെ മോശയോട് സംസാരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഈ തീ ശത്രുവിന് വലിയ അപകടവുമാണ്. ദൈവമക്കൾക്ക് ഈ തീ ഒരു സംരക്ഷണമാണെങ്കിൽ ശത്രുവിന് ഇത് ഭയങ്കര അപകടമാണ്. കാരണം നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ആ ദൂതൻ മാറി നടക്കുന്നതും അവരെ നയിച്ചിരുന്ന അഗ്നിസ്തംഭം, ആ മേഘസ്തംഭം, അത് അവർക്ക് ഇരുളായും ദൈവമക്കൾക്ക് പ്രകാശമായും മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ ദൈവമക്കളെ, ഈ തീ, ദൈവത്തിൻ്റെ തീ ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അത് ദൈവമക്കൾക്കൊരു സുരക്ഷിതമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ സഖര്യാവിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും. അതെ, യെരൂശലേമിന് ചുറ്റും ദൈവം തീ മതിലായിരിക്കും. അതിൻ്റെ വാതിലുകൾ തുറന്നു കിടന്നാലും ഒരുത്തനും അവിടെ ഒരു കുഴപ്പവും കാണിക്കാൻ പറ്റുകയില്ല. കാരണം ദൈവം തന്നെ തീ മതിലായിട്ട് അവിടെ നിൽക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ചെറിയ വീടുകളിൽ താമസിക്കുമ്പോൾ, നാം ചെറിയ ഇടങ്ങളിൽ തങ്ങുമ്പോൾ അവിടെയെല്ലാം നമുക്ക് സംരക്ഷണം നൽകുവാൻ തക്കോണം ദൈവത്തിൻ്റെ തീ നമുക്ക് മതിലായിട്ടിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ തീ നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കുന്ന ഒന്നാണ്. യെശയ്യാ ദൈവത്തിൻ്റെ മഹിമ കണ്ടപ്പോൾ, ദൈവം ഉയർന്നു പൊങ്ങിയിരിക്കുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നതും ദൂതന്മാർ ചുറ്റും നിന്ന് അവനെ രാപ്പകൽ ആരാധിക്കുന്നതും ആ കാഴ്ചയെല്ലാം കണ്ടപ്പോൾ അതുവരെയും ജനത്തിനയ്യോ കഷ്ടമെന്ന് പറഞ്ഞ ആ പ്രവാചകൻ പറയുകയാണ്, എനിക്കയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ മുമ്പാകെ നിൽക്കുകയാണ്. ആ സമയത്ത് ഒരു ദൂതൻ കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്തുകൊണ്ട് അവൻ്റെ ചുണ്ടിനെ ശുദ്ധീകരിക്കുന്ന, ചുണ്ടിനെ തൊടുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമുക്കറിയാലോ, തീ വന്ന് നമ്മുടെ ചുണ്ടിൽ തൊട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ വെന്തു പോകും. എന്നാൽ ദൈവത്തിൻ്റെ തീ പ്രവാചകൻ്റെ നാവിനെ ശുദ്ധീകരിച്ച് അത് പ്രയോജനമുള്ളതാക്കി തീർക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതേ ദൈവമേ, അതേ ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മളെ ദഹിപ്പിച്ച് കളയുന്ന ദൈവമല്ല, അവൻ ദഹിപ്പിക്കുന്ന തീയാണ്. പക്ഷേ അവൻ നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ആയിരുന്ന സമയത്ത് അവൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എമ്മോസിലേക്ക് നടന്നുപോയ ശിഷ്യന്മാരുടെ കൂടെ അവൻ നടക്കുകയാണ്. അങ്ങനെ നടന്നപ്പോൾ അവരുടെ കണ്ണ് മൂടിയിരുന്നു. യേശുവിനെ അവർക്ക് കാണുവാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അവർ തിരുവെഴുത്തുകളെ അപ്പോൾ അവർ പറഞ്ഞു, എന്താണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടുപോകുന്നത്? ഞങ്ങളുടെ കൂടെ ഒരുത്തനുണ്ടായിരുന്നു, യേശു എന്നാണ് അവൻ്റെ പേര്. നീ പരദേശിയായിട്ട് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഒരു പരദേശിയുടെ വേഷം പോലെയാണ് അവർക്ക് തോന്നിയത്. അപ്പോൾ പറഞ്ഞു, നീ പരദേശിയായിട്ട് നീ ഈ കാര്യമൊന്നും അറിഞ്ഞില്ലേ? യെരൂശലേമിൽ സംഭവിച്ച കാര്യമൊന്നും അറിഞ്ഞില്ലേ? അവനെ ക്രൂശിച്ചു. അവൻ ഇപ്പോൾ ചില സ്ത്രീകൾ വന്നിട്ട് കല്ലറയിൽ പോയി വന്നിട്ട് പറയുകയാണ്, അവനവിടെ ഇല്ല, അവനെ കാണുന്നില്ല എന്ന് പറയുകയാണ്. അവൻ്റെ ശിഷ്യന്മാരും ഇത് കണ്ടു, ഞങ്ങൾ അതിനെക്കുറിച്ച് ഭയപ്പെട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, മന്ദബുദ്ധികളെ, പ്രവാചകന്മാരുടെ തിരുവെഴുത്തുകളെ വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്നത്, മശിഹയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക. അതിനുശേഷം യേശു കർത്താവ് തന്നെ വെളിപ്പെടുത്തി മറഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട്, അവൻ നമുക്ക് തിരുവെഴുത്തുകളെ തെളിയിച്ച് തരുമ്പോൾ നമ്മുടെ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ദൈവത്തിൻ്റെ ഒരു വചനം തീയായിട്ട് നമ്മുടെ ഉള്ളിൽ വീണ് കഴിഞ്ഞാൽ ഏത് പിശാച് നമ്മുടെ മുമ്പിൽ നിന്ന് വിറയ്ക്കും, ഏത് പിശാചിൻ്റെ കോട്ടകൾ നമ്മുടെ മുമ്പിൽ ഇടയും. ദൈവത്തിൻ്റെ വചനം ഉടയും. നമ്മുടെ ദൈവത്തിൻ്റെ വചനം ഒരു തീയായിട്ട് നമ്മുടെ ഉള്ളിൽ പടരണം, ഒരു തീയായിട്ട് അത് കത്തണം. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവായത്തുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, പ്രാണനെയും ആത്മാവിനെയും സന്ധിപഞ്ചകളെയും വേരുടിക്കും വരെ തുളച്ച് ചെല്ലുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അതേ പാറയെ തകർക്കുന്ന ചുറ്റികയാകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനം അതൊരു തീയായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം തീയെങ്കിൽ പിശാചിന് നിൽക്കുവാനായിട്ട് സാധിക്കില്ല. പിശാച് ഭയപ്പെടും. നാം ദൈവത്തിൻ്റെ വചനം ശരിയായ നിലയിൽ പ്രവചിക്കുമ്പോൾ, പ്രസംഗിക്കുമ്പോൾ ദൈവത്തിൻ്റെ തീയുടെ മുമ്പിൽ, വചനത്തിൻ്റെ മുൻപിൽ പിശാചുകൾ അടങ്ങിയിരിക്കാൻ പറ്റുകയില്ല. അവർ ഓടുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ദൈവം തീ മതിലായിട്ട് നമുക്ക് ചുറ്റും സംരക്ഷണം നൽകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ
ഈ പോണ്ടിച്ചേരിയിൽ വന്നതിന് ശേഷം ഒരു പ്ലോട്ട് ആദ്യമായിട്ട്, ഇവിടെ എല്ലാം സ്ക്വയർ ഫീറ്റ് കണക്കിനാണ് പ്ലോട്ടുകളെല്ലാം വാങ്ങുന്നതും വിൽക്കുന്നതല്ല. അപ്പോൾ ഒരു പ്ലോട്ട് ഞാൻ ഫസ്റ്റിലെ വാങ്ങി. ആ പ്ലോട്ട് വാങ്ങി ഞാനത് ഒരു ചെറിയ സംരക്ഷണ മതിൽ എന്ന് വെച്ചാൽ ഈ മുള്ളുകൊണ്ടുള്ള ഒരു മതിലെല്ലാം അതിന് ഒരു വേലിയെല്ലാം അതിന് തീർത്തു, ഒരു വാതിലെല്ലാം വെച്ചു, 2 തെങ്ങ് കൊണ്ടുവന്ന് നട്ടു, 2 മാവും തൈയും പ്ലാവും തൈയും എല്ലാം കൊണ്ടുവന്ന് നട്ടു. അതിനകത്ത് ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച്, വീടിൽ നിന്ന് കുറച്ച് അകലെയാണ്, എന്നാലും ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുപോയി വെള്ളമെല്ലാം ഒഴിച്ച് അതിനെ പരിപാലിച്ച് അങ്ങനെ കൊണ്ടുവന്നു. ഒരു ദിവസം ഞാൻ പകൽ ആ വസ്തുവിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ പരിസരത്തായിട്ട് ഒരു 19 കുഞ്ഞുങ്ങൾ, യൗവനക്കാർ മറ്റേ കഞ്ചാവൊക്കെ അടിച്ച് അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ആലോചിച്ചു, പകൽ പോലും ഇതിനകത്തേക്ക് വരാനായിട്ട് ഭയങ്കര ഒരു പ്രയാസമാണല്ലോ, കാരണം അവരെ നോക്കിപ്പോയാൽ പോലും പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ, അത് ഒരു ചെറിയ ലാഭം കിട്ടിയാൽ അത് കൊടുത്തേക്കാം, നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എൻ്റെ വീടിനടുത്തേക്ക് ഒരാൾ ഇങ്ങനെ നടന്നു വരികയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങൾ നോക്കുന്നത്? ഇല്ല, ഇവിടെ ഏതെങ്കിലും പ്ലോട്ട് കൊടുക്കാനുണ്ടെന്ന് അറിയാനായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞു, എനിക്കൊരു പ്ലോട്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് ആ പ്ലോട്ട് കൊണ്ട് കാണിച്ചു. അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് അഡ്വാൻസ് വാങ്ങി അതിൻ്റെ പേപ്പർ, അതിൻ്റെ ഫോട്ടോ കോപ്പി അയാൾക്ക് കൈമാറി. അടുത്ത ആഴ്ച രജിസ്ട്രേഷനാണ്. അങ്ങനെ ഈ ഇത് അഡ്വാൻസ് വാങ്ങിയതിന് ശേഷം ഞാൻ രാത്രി ഒരു സ്വപ്നം കാണുകയാണ്. ഈ ആധാരം അതിൻ്റെ ഒരു മൂല കത്ത് പിടിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, അത് രജിസ്ട്രേഷൻ നടക്കുന്നവരെയും യാതൊരു തടസ്സങ്ങളും ഉണ്ടാകല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഒരു 2 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം, പകൽ പോലും അങ്ങോട്ട് പോകാൻ ഭയമായതുകൊണ്ടാണ് ആ സ്ഥലം വിൽക്കാമെന്ന് തീരുമാനിച്ചത്. വലിയ ലാഭത്തിനൊന്നുമല്ല കൊടുത്തത്, എന്നാൽ ഒരു ചെറിയ ലാഭം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞാനത് കൊടുക്കാമെന്ന് നിശ്ചയിച്ച് ഞാനിങ്ങനെ വൈകിട്ട് അങ്ങോട്ട് പോകാൻ ഒരു ഭയം വരും. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 6 മണിയായപ്പോൾ എൻ്റെ ഉള്ളിൽ അവിടെ ഒന്ന് ആ പ്ലോട്ടിലേക്കൊന്ന് ചെല്ലുന്നതിന് ഭയങ്കരമായ ഒരു ദൈവത്തിൻ്റെ ഒരു പ്രേരണ എൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു പട്ടിയുണ്ട്, ഒരു വലിയ പട്ടിയുണ്ട്. ഞാൻ ആ പട്ടിയും എടുത്ത് സ്കൂട്ടറിൽ ഞാനും പട്ടി എൻ്റെ സൈഡിലുമായിട്ട് ഓടി, ഞങ്ങൾ 2 പേരും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ആ പ്രദേശം മൊത്തം നിന്ന് കത്തുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ആ തീ എൻ്റെ ആ പ്ലോട്ടിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേഗം തന്നെ 2 കമ്പൊടിച്ച്, വെള്ളമൊന്നും എടുക്കാനായിട്ട് ആ സമയത്ത് പറ്റുകയില്ലല്ലോ, 2-3 പച്ച കമ്പൊടിച്ച് അതിൻ്റെ സൈഡ് മുഴുവൻ ഞാൻ വേഗത്തിൽ അത് കെടുത്തുവാൻ തക്കൊണ്ട് ഇടയെടുത്തു. അതിനുശേഷം അവിടെയുള്ള പരിചയമുള്ള ചില ആളുകളെല്ലാം വിളിച്ചു. അവരെല്ലാം ഉടനെ ടാങ്കർ ലോറിയുമായിട്ട് വന്ന് വെള്ളമൊക്കെ ഒഴിച്ചു. അപ്പോഴേക്കും കുറേ കത്ത് പിടിച്ച് പോയി. ആരോ ഒരു എതിരാളി ആ വസ്തു കച്ചവടം നടന്നത് അറിഞ്ഞിട്ട് മനഃപൂർവ്വമായിട്ട് അതിനകത്തുള്ള ആ വേലിയും ആ വസ്തുക്കളും കത്തി നശിച്ചു പോയ ഒരുപക്ഷെ ആ വാങ്ങാൻ വന്നയാൾ ഒരുപക്ഷെ അതിൽ നിന്ന് പിന്മാറിപ്പോയേക്കാം. ദൈവം അത് സ്വപ്നത്തിലൂടെ എനിക്ക് മുന്നറിയിപ്പ് തരികയും അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുകയും അത് കറക്റ്റ് സമയത്ത് രജിസ്ട്രേഷൻ നടക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, എന്നാൽ എൻ്റെ ചെറിയ പ്ലോട്ടിനെ ദൈവം കാത്തു. അതെ, നമ്മളെ ദൈവം കാക്കുന്നു. നമ്മുടെ വീട്, നമ്മുടെ വസ്തുവകൾ, നമ്മുടെ വാഹനങ്ങൾ, നമ്മളുടെ നന്മകൾ, നമുക്കുള്ള നന്മകളെല്ലാം കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം ഉറങ്ങാൻ നേരത്തെ ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, നീ തീമതിലായിട്ട് നിന്നുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തീമതിലായിട്ട് നമുക്ക് ചുറ്റും നിന്നോളൂ. ഇവിടെ എൻ്റെ വീട്ടിലൊരു ദേവദാസൻ കടന്നു വന്നിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം പറഞ്ഞു, ഇവിടെ തീമതിലായിട്ട് ചുറ്റും തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ വീടിൻ്റെ 4 പുറവും തീ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് ആ ദേവദാസൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിന് ദൈവം കാണിച്ചു കൊടുത്താണെന്ന് പറഞ്ഞു. അതുപോലെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഒന്നും ഞാൻ വെളിപ്പെടുന്നില്ല. എൻ്റെ പ്രിയ ദൈവജനമേ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അപ്പോൾ തന്നെ ദൈവമക്കൾക്ക് ശുദ്ധീകരണത്തിനായിട്ട് അവൻ ചില വേദനകളൊക്കെ തരുമെങ്കിലും, ചില കഷ്ടതകളൊക്കെ തരുമെങ്കിലും നമ്മളെ പൊന്നുപോലെ അവൻ പുറത്തു കൊണ്ടുവരും. എന്നാൽ എതിരികൾക്ക് അവൻ ശത്രുവായിട്ട് നിന്ന്, അവൻ ഭക്ഷിക്കുന്ന അഗ്നിയായിട്ട് നിന്ന് അവരെ എരിച്ചു കളയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പിശാചിനെ അവൻ എരിച്ചു കളയും, പിശാചിൻ്റെ പ്രവൃത്തികളെ അവൻ അഴിക്കും. ദൈവത്തിൻ്റെ തീയുടെ മുമ്പിൽ പിശാചിന് നിൽക്കുവാനായിട്ട് കഴിയില്ല. അതെ, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. നാം ഭയത്തോടും ഭക്തിയോടും കൂടി ദൈവത്തെ സേവ ചെയ്ത് ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഭയത്തോടും ഭക്തിയോടും കൂടി സേവ ചെയ്യുവാൻ തക്കോണം ഇന്ന് ഈ വചനങ്ങൾ നമ്മെ സഹായിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായിട്ട് സ്തോത്രം. ദൈവനാമം മഹത്വപ്പെടുവാൻ തക്കോണം ഞങ്ങളെ ഉപയോഗിക്കണം. പ്രാർത്ഥിക്കും ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ചുറ്റും തീമതിലായിട്ട് നിൽക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും ഈ തീമതിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ എതിരികൾക്ക് അത് കർത്താവെ നാശത്തിനായിട്ടും ഞങ്ങൾക്ക് അത് സംരക്ഷണത്തിനായിട്ടും വെച്ചിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങ് വചനം തന്നതിനായിട്ട് സ്തോത്രം. വചനം കേട്ട മക്കളൊക്കെ നീ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഈ ചാനലിന് നേരെയുള്ള ശത്രുവിൻ്റെ ആക്രമണങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. കർത്താവ്, എല്ലാ മഹത്വം അങ്ങേക്ക് തരുന്നു യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.